സാർ, ഒരംഗത്തെ പ്രസംഗിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കുന്ന ഏത് വകുപ്പ് പ്രകാരമാണെന്ന് അങ്ങ് പറയണം. ഞാൻ കൈകൊട്ടലിന് വേണ്ടിയൊന്നും പറയുന്നതല്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാനൊരു സ്വതന്ത്രനായ ഒരു ജനകീയ MLA ആണ്. എന്നെ നിങ്ങൾ വിളിച്ചതിന് ശേഷം 3 തവണ എനിക്ക് വിളിക്കേണ്ടി വന്നു. അത് ശരിയായ കാര്യമല്ല. പറയേണ്ടവർക്ക് വേറെ സഭയുണ്ട്, അപ്പോൾ പറയണം. അങ്ങനെയാണ്. എല്ലാം ഒരുമിച്ച് പറഞ്ഞ് ഞങ്ങൾ തീർക്കണം. വാശി പിടിക്കരുത്. അതല്ല ഉദ്ദേശം. അടവുപരമായിട്ടുള്ള നയം സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് ലോകത്തിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളെ പഠിപ്പിച്ചത് മഹാനായ ലെനിനാണ്. 1 സ്റ്റെപ്പ് ഫോർവേഡ് 2 സ്റ്റെപ്സ് ബാക്ക്വേഡ് എന്നാണ്. 1 സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ 2 സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കണം. ആ ലെനിൻ്റെ അടവ് നയം CPM മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ മഞ്ഞക്കുറ്റി അപ്പോൾ തന്നെ അവർ തന്നെ ഊരുമായിരുന്നു. നമ്മളെയാണല്ലോ മച്ചമ്പി. 1 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു പോയി, 2 സ്റ്റെപ്പ് പുറമോട്ട് വെക്കണം. ആ മഞ്ഞക്കുറ്റി ഇപ്പോൾ നാട്ടുകാർ ഊരിയില്ലേ. അതിന് നമ്മൾ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ആലോചിക്കാതെ കാണിച്ച വേണ്ടാധീനമാണത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർക്ക് പോലും, അന്ന് ഞാൻ പാർട്ടിക്കകത്ത് തന്നെ ഉള്ള ആളാണ്, ആർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആ അടുക്കളയിൽ കൊണ്ടിടുക. ഒരു സ്ത്രീയെ, ഒരു ക്രിസ്ത്യൻ ലേഡിയാണ്, സഹിച്ചറിയാരുടെ വീടിനടുത്തുള്ള ലേഡിയാണ്. അവരാണ് സഹിച്ചറിയാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, അവരുടെ വീടിനടുത്തെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അവരെ കാലിൽ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്ന കഴിഞ്ഞ ദിവസം ടെലിവിഷനിൽ കാണിച്ചു. സാർ, ഇങ്ങനെയൊക്കെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുത്തില്ല തിരികെ. അങ്ങനൊരു ഗവൺമെൻറ് തിരിച്ചു വരില്ല. അത് ലോകത്തിൻ്റെ ചരിത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 1 സ്റ്റെപ്പ് ഫോർവേഡ്, 1 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. ആ സ്റ്റെപ്പ് ശരിയല്ലെങ്കിൽ 2 സ്റ്റെപ്പ് പുറത്തോട്ട് വെക്കണം. അത് എല്ലാ പ്രസ്ഥാനങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒന്നുകുട്ടി, സാർ, ഇവിടെ ഈ പ്രസംഗത്തിൽ അദ്ദേഹം പൊതുജനാരോഗ്യ സംവിധാനം, ഊർജ്ജസ്വലമായ സാംസ്കാരിക ധാർമ്മികത, പ്രബുദ്ധമായ സമൂഹം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് അത് താഴ്ചയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് പറയുന്നുണ്ട്. സാർ, താഴ്ചയുടെ ലക്ഷണമല്ല, അത് പാതാളത്തോളം താഴ്ന്നിരിക്കുകയാണ് കേരളത്തിൽ. അതിവിടുത്തെ തത്വചിന്തകന്മാരും ബുദ്ധിജീവികളും മനസ്സിലാക്കുന്നില്ല. കാരണം ബുദ്ധിജീവികളിൽ ഭൂരിപക്ഷവും രാഷ്ട്രീയമായ പാർട്ടികളുടെ കാല് തക്കി എന്തെങ്കിലും കാര്യം സാധിക്കാൻ പറഞ്ഞിട്ടില്ല. യുവതലമുറയെ പറ്റിയാണ്. അങ്ങനത്തെ യുവതലമുറയുണ്ടോ ഇപ്പോൾ ഇവിടെ? ഈ കേരളത്തിലെ കലാലയങ്ങൾ അങ്ങനത്തെ യുവതലമുറയുണ്ടോ? നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. എൻ്റെ സഹപാഠിയല്ലായിരുന്നു ലോ കോളേജിലെ. ബാലഗോപാലം പഠിച്ച കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ? എവിടെ? കഞ്ചാവും ചരസും അടിച്ച് ഒരു ഭാഗം നശിക്കുകയാണ്. ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചവർ എത്ര പേരുണ്ട് സാർ? ഇത് പാർട്ടി ക്ലാസ്സുകളിൽ നേതാക്കന്മാർ ഇപ്പോഴും ചോദിക്കണം, നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന്. എല്ലാവരും വായിക്കണം. ബഹളം ഉണ്ടാക്കിയിട്ടൊന്നൊരു കാര്യമില്ല. കൂകി വിളിച്ചെന്ന് ഒരു രാജ്യത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അത് രക്തം ചൊരിയണം, വിഷമിക്കണം. അല്ലെ മഹാത്മാഗാന്ധിയെ പോലെ നിരാഹാര സമരത്തിലൂടെ ബ്രിട്ടനെ മുട്ടുകുത്തിക്കുന്ന പുതിയ സമരരൂപങ്ങൾ കൊണ്ടുവരണം. സാർ, ആലപ്പുഴയുടെ തോട്ടപ്പള്ളിയിൽ കോടാനുകോടി രൂപയുടെ കരിമണൽ കൊള്ള നടക്കുകയാണ് വർഷങ്ങളായി. കഴിഞ്ഞ 15 വർഷത്തെ കരിമണൽ കൊള്ള അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാകണം. ആ പണം ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കയ്യിൽ പോയി, ആരൊക്കെയാണ് ദല്ലാളന്മാർ, അതെല്ലാം വെളിയിൽ കൊണ്ടുവരണം. കളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. 5 ബുള്ളറ്റാ ഓപ്പറേറ്റ് ചെയ്തെടുത്തത്. മിസൈല് വല്ലതും ഉണ്ടായിരുന്ന ഉള്ളില്. ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ.